വിവരങ്ങൾ നൽകിയത് ബിനോയിയാണ്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ കുഴിമാന്തിയുള്ള പരിശോധന പുരോഗമിക്കുന്നു. വീട്ടുമുറ്റത്തെ കുഴിയിൽ നിന്നും അസ്ഥി കണ്ടെത്തി. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ഇരുവരുടെയും വീട്ടിൽ ഇപ്പോൾ കുഴിമാന്തിയുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ. കുഴിമാന്തിയുള്ള പരിശോധന പുരോഗമിക്കുന്നു. പ്രതി അനീഷയുടെ വീട്ടുമുറ്റത്താണ് ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നത്. ഇതിനുശേഷം ഭവിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തും. എന്തായാലും ഈ കുഴിമാന്തിയുള്ള പരിശോധനയിൽ കുഞ്ഞിൻ്റെ അസ്ഥി കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത്. അതായത് 2021 ഇവർ കൊലപ്പെടുത്തി എന്ന് പറയുന്ന നവജാത ശിശുവിൻ്റെ അസ്ഥിയാണ് ഇപ്പോൾ പ്രതി അനീഷയുടെ വീട്ടുമുറ്റത്ത് നിന്നും കണ്ടെത്തിയത് എന്നുള്ളതും കൂടി ഫോറൻസിക് സംഘം അറിയിക്കുന്നു. ഇതിനുശേഷം ഭവിൻ്റെ വീട്ടിലെത്തി ആ വീട്ടുമുറ്റത്തെ കുഴി കൂടി മാന്തിയുള്ള പരിശോധന ഉണ്ടാവും. അവിടെയാണ് 2024 രണ്ടാമത്തെ നവജാത ശിശുവിനെ അവിടെ കുഴിച്ചിട്ടത്. ഒപ്പം തന്നെ ഈ പ്രതി ഭവിൻ്റെ മുൻപത്തെ ഫോണിൽ ഈ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഒരുപാട് ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് അനീഷ തല്ലി തകർക്കുകയായിരുന്നു എന്നുള്ള മൊഴിയടക്കം പോലീസ് അധികൃതരുടെ പക്കലുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ കണ്ടെത്താനുള്ള ചില ശ്രമങ്ങൾ കൂടി നടത്തുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചില നീക്കങ്ങളും ഫോറൻസിക് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനീഷയുടെയും ഭവിൻ്റെയും വീട്ടുമുറ്റത്ത് വലിയ രീതിയിലൊരു പരിശോധന തന്നെ നടത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും കുഴിമാന്തിയുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്. അനീഷയുടെ വീട്ടിലാണ്, ശേഷം ഭവിൻ്റെ വീട്ടിലെത്തിയും കുഴിമാന്തിയുള്ള പരിശോധന ഉണ്ടാവും. ഇരു പ്രതികളുടെയും വീട്ടുമുറ്റത്തെത്തി കുഴിമാന്തി ഉള്ള പരിശോധനയ്ക്ക് ശേഷം ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് അവരെ കസ്റ്റഡിയിൽ വാങ്ങും പോലീസ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ റിമാൻഡ് ആയേക്കാം. എന്നിരുന്നാലും കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അർജുന, തൃശൂർ പുതുക്കാട് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ കുഴിമാന്തിയുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. വീട്ടുമുറ്റത്തെ കുഴിയിൽ നിന്നും അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു. കാളിദാസനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ 4 വയസ്സുകാരിയെ